എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോ ഈ ഭൂമിയിൽ നിന്നെപ്പോലെ തന്നെ മുറിവുകളേറ്റവനാണ്. ആര്? ഈശോ. ഈശോ നിന്നെപ്പോലെ തന്നെ വേദനയേറ്റവനാണ്, സഹിച്ചവനാണ്. നിന്നെപ്പോലെ എന്നല്ല, നിന്നേക്കാളും അധികം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീഡനിലെ ബ്രിജിത്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്, സെന്റ് ബ്രിജിത്ത ഓഫ് സ്വീഡൻ. ഈ വിശുദ്ധയ്ക്ക് ദേവാലയത്തിൽ ഇരുന്ന് കുരിശിനെ നോക്കി ധ്യാനിച്ച അവസരത്തിൽ ആ കുരിശ് വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാവോ? അതിസുന്ദരമായ 15 പ്രാർത്ഥനകളൊക്കെ അടങ്ങിയിട്ടുള്ള കുരിശു രൂപത്തെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഈ ബ്രിജിത്തായുടെ പ്രാർത്ഥനാ ശൈലിയിൽ നിന്ന് ഈ ലോകത്ത് അനേകർ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയാവോ? ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദ വൂണ്ട്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഈശോയുടെ ശരീരത്തിൽ എത്രമാത്രം മുറിവുകൾ ഉണ്ടെന്ന് ദർശനത്തിൽ ബ്രിജിത്താമ്മയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. 5583 മുറിവുകളുള്ള യേശുവിന്റെ ശരീരം. നമ്മളൊന്ന് ചിന്തിച്ചേ. ഈശോയുടെ ശരീരത്തിൽ ഈശോ അനുഭവിച്ച മുറിവുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ബ്രിജിത്താമ്മയുടെ മുമ്പിൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു ഈശോ ഏറ്റ മുറിവുകളുടെ എണ്ണം 5000-ലധികം. അതായത് യേശുവിന്റെ മുറിവുകളെ ധ്യാനിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നത് ഈ ബ്രിജിത്താമ്മയിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടത്തെ ചോദ്യം എന്നാണെന്നറിയാവോ? നിന്റെ ജീവിതവും നിന്റെ മുറിവും യേശുവിന്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ നിനക്കെന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ആത്മീയ രഹസ്യം പറയട്ടെ, ശ്രദ്ധിച്ചേ. ഇതൊരു സ്പിരിച്വൽ സീക്രട്ടാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ഇതൊരു ആത്മീയ രഹസ്യമാണ്. നീയായി മാത്രം ഈ ഭൂമിയിൽ ഒന്നും സഹിക്കുന്നില്ല. നീ സഹിക്കുന്ന സമയത്ത് നീ ഓർക്കണം, നിനക്ക് മുമ്പേ ഒരുവൻ സഹിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സത്യമായ കാര്യം. എന്നാൽ നീ ഓർക്കണം, ഈ സഹനങ്ങൾ നീ സഹിക്കുമ്പോൾ നിനക്ക് മുമ്പേ ഈ സഹനങ്ങൾ ഏറ്റുവാങ്ങി ഒരുവൻ മുമ്പിലുണ്ട്. അതാരാ? ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനത്തെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ നിനക്കൊരു ബലം കിട്ടും. ഇല്ലെങ്കിൽ എന്നാ പറ്റും? രാവിലെ മുതൽ കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് അസ്വസ്ഥയായി മറ്റുള്ളവരെ ശപിച്ച് നമ്മളെ ശപിച്ച് ജീവിക്കും. അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഇന്ന് ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നിന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ആത്മീയ രഹസ്യം, നീ ഇന്ന് ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിനക്ക് മുമ്പേ ഇങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റുവാങ്ങി നടന്നുപോയ ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ബക്കീത്ത എന്ന് പറയുന്ന ഒരു കൊച്ചു അടിമ പെൺകുട്ടി, പേരെന്താണ്? ബക്കീത്ത. പറഞ്ഞേ, ബക്കീത്ത. സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ അടിമ പെൺകുട്ടിയാണ്. കറുത്തവർഗക്കാരി, ആഫ്രിക്കൻ രാജ്യമാണ്. ഒരു അടിമ പെൺകുട്ടി. അടിമയാണ്. സ്വാഭാവികമായിട്ടും അടിമച്ചന്തയിൽ ലേലം ചെയ്യപ്പെട്ട് മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരാൻ നിയോഗിക്കപ്പെട്ടൊരു പെണ്ണ്. ഈ പെണ്ണ് ഈ ചെറുപ്പത്തിൽ തന്നെ സഹിച്ച് പലരുടെയും ക്രൂരമായ പെരുമാറ്റം, യജമാനന്മാരുടെ ക്രൂരമായ പെരുമാറ്റം കൊണ്ട് മുറിവുകളേറ്റ്
ആന്തരിക മുറിവും ശാരീരികമായ മുറിവുമേറ്റ് ജീവിതം ഒരു നരകതുല്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാല്യകാലം. അങ്ങനെ ഇരിക്കെ സുഡാനിൽ നിന്ന് ഈ പെണ്ണിനെയും കൊണ്ട് ഈ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയ വ്യക്തി ഇറ്റലിയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഇറ്റലിയിലെത്തിയ ഒരു സാഹചര്യത്തിൽ ഈ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണ്, സത്യത്തിൽ ഈ ബക്കീത്ത എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ പേരുണ്ടല്ലോ, അത് അവളുടെ ഒറിജിനൽ പേരല്ല. ബക്കീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറബിക് പേരാണ്. അതിന്റെ അർത്ഥം ഫോർച്ചുനേറ്റ്, ലക്കി, ഭാഗ്യവതി എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അർത്ഥം? ഭാഗ്യവതി. പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു ഭാഗ്യവും ഈ പെണ്ണിനില്ല. സ്വന്തമായ പേരല്ല എന്ന് പറയാൻ കാരണം, ഈ അടിമച്ചന്തകളിൽ വിൽക്കപ്പെട്ട് സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ട ഒരു പെണ്ണാണ്. ആരോ കൊടുത്ത പേരാണ് ബക്കീത്ത, ബക്കീത്ത, ബക്കീത്ത. പ്രിയപ്പെട്ടവരെ, ഇറ്റലിയിലെത്തിയ സമയത്ത് ഈ പെണ്ണ് യജമാനന്റെ കയ്യിൽ നിന്ന് ഒളിച്ചോടി ഒരു ദേവാലയത്തിൽ പ്രവേശിച്ചു. ഈ പെണ്ണ് ക്രിസ്ത്യാനിയൊന്നുമല്ല, പള്ളിയും പ്രാർത്ഥനയൊന്നും ഈ പെണ്ണിന് അറിഞ്ഞുകൂടാ. ഒരു പള്ളിക്കകത്ത് കയറി ഒരു മൂലയിൽ ഇങ്ങനെ വിറങ്ങല് ചിരിക്കുക, കൊച്ചു ബക്കീത്ത. അപ്പോഴാണ് ആ പള്ളിയിലെ വികാരിയച്ഛൻ ഈ കൊച്ചിനെ കണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ? കൊച്ചു പറഞ്ഞു, അയ്യോ ഞാനൊരു അടിമപ്പെണ്ണ, എന്നെ പുറത്തോട്ട് വിട്ടേക്കല്ലേ. ഞാൻ ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളേറ്റ് എന്റെ ജീവിതം മുഴുവൻ അടിമ ജീവിതമാണ്, എന്റെ പുറത്തോട്ട് വിട്ടേക്കല്ലേ. വികാരിയച്ഛൻ പറഞ്ഞു, വിഷമിക്കണ്ട ബക്കീത്ത, നീ വിഷമിക്കണ്ട, നിന്റെ കാര്യം ഞങ്ങൾ ക്രമീകരിക്കാം. ഈ പെണ്ണിനെയും പിടിച്ചോണ്ട്, ഈ പള്ളിയുടെ മൂലയിൽ ഒളിച്ചിരുന്ന പെണ്ണിനെയും പിടിച്ചോണ്ട് ദേവാലയത്തിന്റെ മുൻവശത്തോട്ട് വന്നു. അൾത്താരയിലേക്ക് നോക്കിയപ്പോ പെണ്ണ് ഞെട്ടി. കാരണം അൾത്താരയിൽ ഇവള് കണ്ടത് കുരിശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇവള് ഞെട്ടാൻ കാരണം എന്താണെന്നറിയോ? അതായത് ഇവള് ജനിച്ചു വളർന്ന സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രത്യേകത, അടിമകളെ കൊല്ലുന്നത് കുരിശിലാ. ദേ ഇവിടെയും ഒരു കുരിശ്, ആ കുരിശിൽ ഒരുത്തൻ കിടക്കുന്നു. ഇവിടെയും എനിക്ക് രക്ഷയില്ലേ? സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് അടിമ ജീവിതത്തിന്റെ അങ്ങേയറ്റം ഭാരം പേറി ജീവിക്കുന്ന ഈ പെണ്ണിന്റെ ജീവിതത്തിൽ ദേ മുമ്പിൽ കുരിശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇത് കണ്ടിട്ട് ഈ പെണ്ണിന് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഇവിടെയും ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണോ? ഈ പെണ്ണ് അച്ഛനോട് ചോദിച്ചു, ഇയാൾ ആരായി കിടക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൈവമാണ്, അത് ഞങ്ങളുടെ ദൈവമാണ്, ഈശോ എന്നാണ് പേര്. പെണ്ണൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പെണ്ണിന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു. എന്താ ചോദ്യം എന്നറിയോ? ഇത് ദൈവമാണോ? എന്നിട്ട് ഈ ദൈവം എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഒരു മര്യാദ വേണ്ട ദൈവത്തിന്. ദൈവം ഇങ്ങനെ കുരിശിൽ രണ്ട് കരങ്ങളും ആണുകളാൽ അടിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യ വലിച്ചെറിയപ്പെട്ടവനെ പോലെ കിടക്കുക. ഇതെന്തൊരു ദൈവം? ഈ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒന്നും തന്നെ ചേരുന്നില്ല. ഇതെങ്ങനെ ദൈവമാകും? ഇതൊരു അടിമയല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അടിമയാ, ഇത് ഒരു അടിമയാ. പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ശരിയാ, ഇതൊരു അടിമയാണ്, പക്ഷേ ഇത് ദൈവവുമാണ്. ഈ പെണ്ണിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നോളം അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവചിന്ത. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബക്കീത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ദേ ഈശോ എന്ന് പറയുന്ന വ്യക്തി സകലർക്കും വേണ്ടിയുള്ളവനാണ്. ക്രിസ്ത്യാനിയുടെ മാത്രമല്ലെന്ന്, മറിച്ച് യേശുവിലേക്ക് നോക്കാൻ ആരൊക്കെ തയ്യാറെടുക്കുന്നുവോ അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് യേശു എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന സൗഖ്യവും സമാധാനവും. ഹല്ലേലൂയാ. ബൈബിൾ തുറന്നൊരു വചനം ഒന്ന് വായിച്ചേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 2-ാം അധ്യായം 5ഉം 6ഉം തിരുവചനം. നല്ല ഒന്നാന്തരം വചനം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. വായിച്ചോളൂ. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. കണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണിത്. ഒന്നും കൂടെ വചനം വായിച്ചേ.
എന്തെന്നാൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അടുത്ത വചനം വായിച്ചോളൂ. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ കുറച്ചു പേർക്കെന്നാണോ? അല്ല, എല്ലാവർക്കുമായി. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കൂ. അവൻ എല്ലാവർക്കുമായി. നീ തകർക്കപ്പെട്ടവനാണോ? നിനക്കുള്ളവനാണ് ഈശോ. നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണോ? നിനക്കുള്ളതാണ് ഈശോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതു മതത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട, വർഗത്തിൽപ്പെട്ട, തകർക്കപ്പെട്ട, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏതൊരു മനുഷ്യനും ശ്രദ്ധിച്ചോ, നിനക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് ഈശോ. വിശ്വസിക്കുന്നവര് വലതുകരയോർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കാരണം ഈശോ നിനക്ക് വേണ്ടി അത്രമേൽ സഹിച്ചിട്ടുണ്ട് സഹോദര, സഹോദരി, അത്രമേൽ സഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബക്കീത്ത നോക്കുമ്പോൾ ബക്കീത്ത കാണുന്ന ചിത്രം എന്താ? കുരിശിൽ കിടക്കുന്നവന്റെ ചിത്രം എന്താ? ശരീരത്തിൽ മുഴുവൻ അടിപ്പാടുകൾ, മുറിവുകൾ മാത്രം. ബക്കീത്തയുടെ മുതുകത്ത് എന്താ? മുറിവുകൾ, അടിപ്പാടുകൾ. പക്ഷേ ബക്കീത്ത ഏറ്റതിനേക്കാളും കൂടുതൽ അടികൾ ഏറ്റവനാണ് കുരിശേ കിടക്കുന്നത്. അച്ഛൻ പറഞ്ഞു കൊടുത്തു, ആ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു കൊടുത്തു, ബക്കീത്തെ ഇടി നോക്കണം, 5000-ലധികം അടികൾ ഏറ്റുകൊണ്ടാണ് അവൻ അവിടെ കിടക്കുന്നത്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിച്ചോ, നീ ഇന്ന് കടന്നു പോകുന്ന ദുരിതത്തിന്റെ അങ്ങേയറ്റം നിനക്ക് വേണ്ടി. ഹെബ്രായ ലേഖനം തുറന്നു വായിച്ചോളൂ. നല്ല ഒന്നാന്തരം വചനം പഠിപ്പിക്കും. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. കണ്ടോ ഒന്നും കൂടെ വായിച്ചേ. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ വായിച്ചേ. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. കണ്ടോ? അതായത് ഒരു പാപം പോലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവൻ, മുറിവേറ്റവനാണ് അവിടുന്ന്. അടുത്ത വചനം കൂടെ വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കൃപാവരവും കരുണയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് നിന്റെ ജീവിതത്തിൽ കരുണയും കൃപയും, നിന്റെ ബലഹീനത, നിന്റെ സങ്കടം, നീ ഒറ്റപ്പെട്ട അവസ്ഥ, നിന്റെ പാപാവസ്ഥ, നീ വിശ്വസിക്കൂ, നിന്റെ ബലഹീനത അറിയുന്ന ഈശോ, നിന്റെ മുറിവുകൾ അറിയുന്ന ഈശോ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കാണുന്ന ഈശോ ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 18, 2:18. നമുക്ക് അറിയാവുന്ന ഒരു വചനമാണ്. 2:18 വായിച്ചോളൂ. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. പിടികിട്ടിയോ? അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്, സഹിച്ചവനാണ്. സോ എന്താ ഗുണം? നിന്റെ പരീക്ഷയിൽ, നിന്റെ സഹനത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദര, നീ വിശ്വസിക്കണം, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അവന് നന്നായി മനസ്സിലാകും. എന്റെ സഹോദരി, നീ വിശ്വസിക്കണം, നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അതവന് മനസ്സിലാക്കാനും നിന്നെ സഹായിക്കാനും അവന് പറ്റും. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ പ്രത്യേകത. വീണ്ടും ഒരൊറ്റ വചനം കൂടെ വായിച്ചേ. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം. 5:2 ചാപ്റ്റർ 5 വേഴ്സ് 2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണ്ടത്ര സഹതാപത്തോടെ നിന്നോട് പെരുമാറും. നിന്നെ കുറ്റപ്പെടുത്തില്ലെന്ന്, നിന്നെ മാറ്റി നിർത്തത്തില്ല.
നീ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും ഈശോയ്ക്ക് നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റും. നിന്നെ ഈശോ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോ ഒരു ധ്യാനാവസരത്തിൽ ഒരു പെൺകുട്ടി, അവള് ബോംബെക്കാരിയാണ്, മലയാളിയല്ല, അവിടെ ജനിച്ചു വളർന്നതാണ്. ഇവളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവള് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, അച്ഛാ, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് ദിവസങ്ങളായി കഴിയുകയാണ്. ഞാൻ ജീവിതം മടുത്തു. എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞു, നീ ഇതേ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടണം, ഈ ഒരു ധ്യാനം കൂടണം. അച്ഛാ, ഇതെന്റെ അവസാനത്തെ ഒരു ശ്രമമാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ ഇവളോട് പറഞ്ഞു, എടി നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇവൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്ത് പ്രാർത്ഥന അച്ഛാ? അച്ഛനൊക്കെ ഈ പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്നതാ അച്ഛാ? അച്ഛൻ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അച്ഛനൊന്നും മനസ്സിലാകത്തില്ല അച്ഛാ, അച്ഛനൊന്നും ഒരിക്കലും മനസ്സിലാകത്തില്ല. അതുപോലെ ദുരന്തം ഏറ്റുവാങ്ങിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച കണ്ണുനീര് പുറത്തു പറയാൻ പറ്റത്തില്ല. അച്ഛനറിയോ, എൻ്റെ അപ്പനാണ് എന്നെ ആദ്യമായിട്ട് നശിപ്പിച്ചത്. എൻ്റെ ആ സ്വന്തം അപ്പൻ. എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണം. എനിക്ക് ഉറക്കം കിട്ടാറില്ല അച്ഛാ. രാത്രികാലങ്ങളിൽ ഞാൻ ഞെട്ടി എഴുന്നേക്കും. പേടിയാ, ചത്താ മതി എന്ന ചിന്ത. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എടി നീ ഒരു നല്ല കുമ്പസാരം നടത്തണം. അവള് പറഞ്ഞു, അച്ഛൻ ഈ പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല അച്ഛാ. അച്ഛൻ പറയണ പ്രാർത്ഥിക്കാൻ, കുമ്പസാരിക്കാൻ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ധ്യാനത്തിൽ പങ്കെടുക്ക്, നീ വെറുതെ ഇരിക്ക്. നീ ഇരുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈശോ എന്നൊക്കെ വിളിക്ക്. നിന്നെ ഈശോ സ്നേഹിക്കുന്നു, നിനക്കത് മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധ്യാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ധ്യാന ഹാളിൽ ഏറ്റവും പുറകിൽ ഈ പെണ്ണ് ഒരു ജീവച്ചവം പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. വചന ശുശ്രൂഷക്ക് 1-ാം ദിവസം 2-ാം ദിവസം ഒന്നും യേശുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അനക്കോ ഇല്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 3-ാം ദിവസം ധ്യാനത്തിന്റെ കുമ്പസാരം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഇങ്ങനെ ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് അവസാനം സാക്ഷ്യം പറയുന്ന ഒരു ശുശ്രൂഷ വന്നപ്പോൾ ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഈശോ എന്റെ അടുക്കൽ വന്നു. അപ്പൊ എല്ലാവരും കൂടെ വാ വിളിച്ചു, ഈശോ അടുക്കൽ വന്നെന്നോ? ഈ പെണ്ണ് പറഞ്ഞു, അച്ചോ, ഞാനാ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് ഈ ദൈവജനം മുഴുവൻ ഈശോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചു. എൻ്റെ ജീവിതത്തിന്റെ സകല മുറിവുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ച വിളിയായിരുന്നു. അച്ഛാ, സംഭവിച്ചെന്നറിയോ? പരിശുദ്ധ അൾത്താരയിൽ ഇരിക്കുന്ന ദീപികാരുണ്യത്തിൽ ഈശോ, അച്ഛാ, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, യേശു മുറിവേറ്റവൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. അൾത്താരയിൽ നടന്ന് എൻ്റെ അടുക്കൽ വന്നു നിന്നു. ഞാൻ എൻ്റെ കൗതുകത്തിന് ചോദിച്ചു, യേശു എന്തു പറഞ്ഞു? ഇവള് പറഞ്ഞു, അച്ഛാ, ഈശോ ഒന്നും പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈശോ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അച്ഛാ, എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ, ഇപ്പൊ എൻ്റെ മുഖത്ത് കാണുന്ന ഒരു ചിരി കണ്ടോ? അച്ഛാ, എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈശോ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചച്ചാ. ഇനി എന്നാ വേണം അച്ഛാ? എനിക്കത് മതി. എൻ്റെ മുമ്പിൽ വന്ന് ഈശോ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈശോയ്ക്ക് എന്നെ അറിയാം, ഈശോയ്ക്ക് എൻ്റെ കുറവുകൾ അറിയാം, ഈശോയ്ക്ക് എന്നെ അത്രമേൽ ഇഷ്ടമാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ഏതു തന്നെയാണെങ്കിലും നിന്റെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്റെ മുമ്പിൽ വന്ന് നിന്നെ നോക്കി നിന്നോട് സംസാരിക്കുന്ന, നിന്നോട് ചിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കണം. ബക്കീത്ത എന്ന് പറയുന്ന അടിമ പെണ്ണ് ഈ കുരിശുരൂപത്തെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? എന്നേക്കാളും വലിയൊരു അടിമ, എന്നേക്കാളും വലിയൊരു അടിമ ദേ കുരിശേ കിടക്കുന്നു. ഞാൻ ഏറ്റ അടികളെക്കാളും കൂടുതൽ അടി വാങ്ങി ഒരുവൻ കുരിശേ കിടക്കുന്നു. ഈ കുരിശേ കിടക്കുന്നവൻ ജീവിതത്തിൽ ഇത്രയും വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? സ്വന്തമായിട്ട് ജനിക്കാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ട് കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ, എന്നേക്കാളും വലിയ ദാരിദ്ര്യത്തിൽ ജനിച്ചവൻ, ഈ കുരിശേ നിറക്കിയിട്ട് കല്ലറയിൽ സംസ്കാരം ചെയ്തല്ലോ. ഏത് കല്ലറ? എവിടുന്നോ വാടകയ്ക്കെടുത്തൊരിടം എന്ന് പറഞ്ഞാൽ
അന്തിക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുത്തന്റെ ജീവിതമാണിത്. അവന്റെ ദൈവമാണ് കുരിശേ കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണ് ഈ കുരിശെ നോക്കിക്കൊണ്ട് ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തെ മനസ്സിലാക്കുന്നൊരുവനാണ് ഈ കുരിശെ കിടക്കുന്നവൻ. ഇവൻ എന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണിന്റെ ജീവിതം അവിടെ വെച്ച് മാറ്റപ്പെട്ടു. അവൾ ക്രിസ്ത്യാനിയാകുന്നു, പിന്നീട് ഒരു സന്യാസ സഭയിൽ അംഗമാകുന്നു, പിന്നീട് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയായിട്ട് ഈ പെണ്ണിനെ കർത്താവ് ഉയർത്തി. ജോസഫീൻ ബക്കീത്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധയായിട്ട് മാറി, ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു. ഞാനിത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കുണ്ടായ മുറിവ് ഏതു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കണം, ആ മുറിവ് ഈശോക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടല്ലോ, ഒറ്റപ്പെട്ട അവസ്ഥയാണെന്ന്. ഈശോയെ പോലെ ഒറ്റപ്പെട്ട വേറൊരു മനുഷ്യനുണ്ടോ? ഈ ഭൂമിയിൽ എല്ലാം നന്മ സ്നേഹം മാത്രം കൊടുത്തിട്ട് അത്രമേൽ ഒറ്റപ്പെട്ടവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുന്നു, എന്നെക്കുറിച്ച് മറ്റുള്ളവർ അപവാദം പറയുന്നു, ഞാൻ നന്മ ചെയ്തിട്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് തിന്മ പറയുന്നു, ചിന്തിക്കുന്നുണ്ടാവും. നീ ഓർക്കണം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഈശോയെ കുറിച്ച് എന്തോരം അപവാദമാണോ, എന്തോരം അപവാദം. ഒരുപക്ഷെ നിന്നെ ചതിക്കാനും നിന്റെ ജീവിതത്തെ നിന്നെ വിഷമിപ്പിക്കാനും നിന്നെ നശിപ്പിക്കാനും ചിലർ ഇറങ്ങിത്തിരിക്കുമ്പോ നീ നോക്കേണ്ട മുഖം ആരുടെയാ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. കാരണം ഈശോയെ കല്ലെറിയാൻ ജനം കല്ലെടുത്തതാണ്. ഈശോയെ കല്ലെറിയാൻ, അവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. നിന്നെക്കുറിച്ച് ഒരുപക്ഷെ നിന്റെ വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവൻ, മണ്ടൻ, പൊട്ടൻ ആയിക്കോട്ടെ. ഈശോയിലേക്ക് നോക്കണം. ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടവനാണ് ഈശോ. നീ ഒരുപക്ഷെ പറയും, ദാരിദ്ര്യത്തിന്റെ കണക്ക് പറയുമല്ലോ, ദാരിദ്ര്യത്തിന്റെ കണക്ക്. ഈശോ സഹിച്ചതുപോലെ ദാരിദ്ര്യം നീ കണ്ടിട്ടുണ്ടോ? നീ ഒരുപക്ഷെ പറയും, എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, എനിക്ക് കുടുംബ സ്വത്തില്ല. നീ ചിന്തിക്കൂ, ഈശോ കടന്നുപോയതുപോലെ ഒരു ദാരിദ്ര്യം നീ കണ്ടിട്ടുണ്ടോ? കാരിത്തൊഴുത്തിൽ കാരികളുടെ മധ്യത്തിൽ പിറന്നവൻ, തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ ജീവിക്കേണ്ടി വന്നവൻ, ജീവിതത്തിൽ എന്നും പലായനങ്ങൾ മാത്രമുള്ളവൻ, യാത്രകൾ മാത്രം എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു. നിന്റെ വീട്ടിൽ നീ ഒരുപക്ഷെ പറയുന്നത്, സ്വത്ത് വീതം വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല, മറ്റവന് കൂടുതൽ കിട്ടി, അവൻ അങ്ങനെ കിട്ടി, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. നീ ആരുടെ മുഖത്തേക്ക് നോക്കണം? ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഈശോ നിന്നോട് പറയും, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയേക്കാൾ വല്ലാണ്ട് വലുത് ഞാൻ കടന്നുപോയതാണ്. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല ജീവിതം, ഒരാവശ്യ സമയത്ത് കൂടെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിനക്ക് മനസ്സിലായിട്ടില്ലേ? 3 വർഷക്കാലം കൂടെ നടന്ന് രാത്രിയും പകലും സ്നേഹം കൊടുത്ത് വളർത്തി വലുതാക്കിയ ശിഷ്യന്മാർ ഒരാവശ്യം വന്നപ്പോൾ ആരെങ്കിലും ഒരുത്തരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവസാനത്തൊരുത്തൻ, അവനുണ്ടായിരുന്ന തുണി വരെ ഉരിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടിക്കളഞ്ഞു. ഒറ്റൊരുത്തനും ഉണ്ടായില്ല. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, മാനസികമായിട്ട് അത്രയും വലിയ ഞെരുക്കം. ഗെത്സമിൻ തോട്ടത്തിൽ കിടന്ന് ഈശോ സഹിച്ച മാനസിക ദുരിതം അതറിയണമെങ്കിൽ ലൂക്കാസ് സുവിശേഷം എടുത്ത് വായിച്ചാൽ മതി. എഴുതി വെച്ചിട്ടുണ്ട്, രക്തം വിയർത്തുന്നു. എന്ത് വിയർത്തുന്നു? രക്തം വിയർത്തുന്നു. രക്തം വിയർപ്പ് തുള്ളികളായിട്ട് വീണതിന്റെ അർത്ഥം എന്താ? ഉള്ളിന്റെ ഉള്ളിൽ അത്രയും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികളിലൂടെ രക്തമാണ് വമിക്കുന്നത്. കാരണം അവന്റെ ഉള്ളിൽ അത്രയും വലിയൊരു മാനസിക സംഘർഷമുണ്ട്. നീ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? നീ ഒരുപക്ഷെ പറയും, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. നീ യേശുവിലേക്ക് നോക്കൂ. സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം അതിന്റെ സുന്ദരമായ വചനം 34-ാം അധ്യായം 5-ാം വചനം വായിച്ച്, അവനെ നോക്കിയവർ പ്രകാശിതരായി. വലതുകരം ഉയർത്തി പറഞ്ഞ്, അവനെ നോക്കിയവർ പ്രകാശിതരായി. ആരെ നോക്കിയവർ? യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് ഇരുട്ടും, ഏത് തടസ്സം, ഏത് സങ്കടം, എത്ര വലിയ കണ്ണുനീരും, അതിന്റെ ഒത്ത നടുവിൽ നിന്ന് ഈശോയിലേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും. ഇല്ലെങ്കിൽ ഈ ദുരിതത്തെ ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ഇരിക്കും.
നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ദുരിതത്തെയും, നിങ്ങൾ ഏത് ദുരിതവും എടുത്ത് യേശുവിന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് നോക്കൂ. ആ ഈശോ നിന്നോട് പറയും, മകനെ, മകളെ, നിന്നേക്കാളും സഹിച്ചതാടാ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ എന്തുകൊണ്ട് ചില അനുഭവങ്ങളിലൂടെ, മുറിവുകളിലൂടെ കടന്നു പോകുന്നെന്ന് ചോദിച്ചാൽ, നിന്റെ മുറിവുകൾ അത് അനേകർക്കൊരു സൗഖ്യപ്പെടലിന്റെ അടയാളമാകാനുള്ളതാണ്. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ, എൻ്റെ ഒരു സുഹൃത്താ. ഈ അച്ഛന് മദ്യപാനികളോട് ഭയങ്കര സ്നേഹമാണ്. ആരോട്? മദ്യപാനികളോട് ഭയങ്കര സ്നേഹം. മദ്യപാനിനെ കണ്ടാൽ അച്ഛൻ അവന്റെ പുറകെ നടന്ന് അവനെ സ്നേഹിച്ച് അവനെ എങ്ങനെയെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ധ്യാനിപ്പിച്ച് അവന്റെ വീട്ടിൽ പോയി അവന്റെ കാര്യങ്ങളിൽ ഇടപെടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, തലവേദനയാണ്. ഏത്? ഈ മദ്യപാനിയുടെ പുറകെ നടന്ന് അവന്റെ ജീവിതം, അവന്റെ കുടുംബം, അവന്റെ പ്രാരാബ്ദം, തലവേദന. ഞാനൊരിക്കൽ ചോദിച്ചു, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഇതെന്തൊരവസ്ഥ? അച്ഛന് ആവശ്യത്തിലധികം ഭാരം ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ പുറകെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അച്ഛൻ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ? അച്ഛാ, ഇതെന്റെ ജീവിത, അച്ഛാ, ഇതെന്റെ ജീവിത. അച്ഛാ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു വളർന്നതിന്റെ ഒരു പരിഹാര പ്രവൃത്തിയാണിത്. ഈ അച്ഛൻ എന്നോട് പറയാ, അച്ഛാ, എന്റെ ചേട്ടൻ മദ്യപിച്ച് നാലുകാലിൽ നാട്ടിലൂടെ നടന്ന് ഞങ്ങളുടെ കുടുംബത്തിന് അപവാദം വരുത്തിയ ചേട്ടനുണ്ട് എനിക്ക്. നാട്ടിൽ മുഴുവൻ ദേ പോകുന്നു ആ മദ്യപാനിയുടെ അനുജൻ. എന്നെക്കുറിച്ച് ചെറുപ്പത്തിൽ നാട്ടുകാർ മുഴുവൻ ഇതാ പറയുന്നത്, നാട്ടിൽ മുഴുവൻ ചീത്തപ്പേര്. അച്ഛാ, ഞാനൊരു വൈദികനായപ്പോ എന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്നറിയോ? മദ്യപാനിയായിട്ടുള്ള ഒരുത്തനെ കണ്ടാൽ ഞാൻ അവന്റെ മുഖത്തിന്റെ ചേട്ടന്റെ മുഖം കാണും. ഈ അച്ഛൻ പറയുക, ഞാൻ അവനെ പൊന്നുപോലെ കണക്കാക്കും. കാരണം എനിക്കറിയാം, ഇതുപോലെ അപമാനിക്കപ്പെടുന്ന, നാണം കെടുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തുണിയുരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു കുടുംബം ഇവനുണ്ടെന്ന്. അതുകൊണ്ടുണ്ടല്ലോ, ഞാൻ ഏത് മദ്യപാനിനെ കണ്ടാലും ചേർത്ത് പിടിക്കും. എന്തു മനസ്സിലായി? ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടായത് കൊണ്ട് ആ മുറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല, മറിച്ച് ആ മുറിവിനെ ഒരു സൗഖ്യമാക്കി സ്വീകരിക്കുന്നു. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിനക്കുണ്ടായ മുറിവ് എന്തിനു വേണ്ടിയാ? അത് മറ്റുള്ളവർക്ക് കൊടുത്ത് മുറിവിന്റെ ആഴം വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് നിന്റെ മുറിവ് മറ്റുള്ളവർക്ക് ഒരു സൗഖ്യമായിട്ട് മാറണം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഓരോ വ്യക്തിക്കും മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റൂ. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഈ ഭൂമിയിൽ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ മുറിവുകളും ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളും അവഗണനകളും ഉണ്ടോ? ഒരു ശാസ്ത്രത്തിനും, ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു മരുന്നിനും, ഒരു വ്യക്തിക്കും, ഒരു പ്രസ്താവനയ്ക്കും, ഒരു തരത്തിലെ ചിന്താഗതിക്കും നിന്നെ സുഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. ആമേൻ, ആമേൻ. നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് എടുത്തോളൂ. മാനസിക തലങ്ങളിൽ മുറിവുകളേറ്റ അനേകർ നമ്മുടെ വീട്ടിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ മാനസിക മുറിവുകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, ചിലര് മരുന്ന് കഴിച്ചിരിക്കും, ചിലർ ഉപദേശം കേട്ടോണ്ടും, ചിലർ യൂട്യൂബ് കണ്ടോണ്ടും, മോട്ടിവേഷൻ ടോക്ക് കേട്ടോണ്ടും, ചില പുസ്തകങ്ങൾ വായിച്ചും, ചില സിനിമകൾ കണ്ടും അവിടെ ഇരിക്കും. അതൊന്നുമല്ല ഉത്തരം കിട്ടുന്നത് യേശുവിലൂടെ മാത്രമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കാനും അവനെ രക്ഷിക്കാനും ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ മുറിവ്, നിന്റെ ഉള്ളിലെ സങ്കടം അതെത്ര വലുതാണെങ്കിലും അതറിയുന്ന ഈശോയുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടലും അപമാനവും ഒറ്റപ്പെടലും കണ്ണുനീരിന്റെ ജീവിതം, ഈ ജീവിതത്തിന്റെ നടുവിൽ ഈശോ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. സങ്കീർത്തകനായ ദാവീദ് 34:5 പഠിപ്പിക്കുന്നു, ഇതാ അവന്റെ മുറിവിലേക്ക് നോക്കൂ, അവനിലേക്ക് നോക്കൂ, അവനെ നോക്കിയവർ പ്രകാശിതരായി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ള,
നിന്റെ ജീവിതത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന, സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആ യേശുവിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ, നിന്റെ മുറിവുകൾ കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ 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 ആമേൻ. നിന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിന്റെ വളർച്ചയെ നശിപ്പിക്കുന്ന തരത്തിൽ നിനക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നീ ഓർക്കണം, ഈശോയെ കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്, ഈശോയ്ക്കെതിരെ കല്ലുകൾ എടുത്തവരുണ്ട്, അവസാനം ഈശോയെ അപവാദങ്ങൾ പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ കുരിശിലേറ്റിയവരുണ്ട്. നിന്റെ സഹനം ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും, ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? എന്റെ സഹോദര സഹോദരി, ഇതാ ഈശോ നിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലും വാക്കുകൊണ്ടോ വേദനിപ്പിക്കോ ഒരു പ്രവൃത്തി കൊണ്ടോ സങ്കടപ്പെടുത്താത്തവനാണ് ഈശോ. ആ ഈശോയെ കുരിശിലേറ്റിയെങ്കിൽ അവനേറ്റടികൾ, അവന്റെ ശരീരത്തിലെ മുറിവ് നിനക്ക് സൗഖ്യത്തിന്റെ ഇടമാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചോളൂ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പക്കലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിക്കൂ. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ച് വിശ്വസിക്കണം. യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെടുന്ന സമയം, യേശുവേറ്റടികളാൽ ഞാൻ സൗഖ്യപ്പെടുന്ന സമയം, അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെടുന്ന സമയം. ഇതാ നീ വിശ്വസിക്കൂ. ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കാൻ യേശുവിന് പറ്റും. ആ യേശു നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, യേശു നിന്നോട് സംസാരിക്കുന്നു, യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് ഒന്ന് കണ്ണടച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. പോരല്ലോ, എല്ലാവരും ഹൃദയം തുറന്ന് യേശുവേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് പറഞ്ഞൊന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കട്ടെ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ ഈശോ കർത്താവേ, കുരിശിൽ നീ ചൊരിഞ്ഞ രക്തം എന്റെ മേൽ വെളിപ്പെടട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകണമേ എന്റെ പൊന്നു കർത്താവേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്ക്. നിന്റെ മുറിവിലേക്ക് ഇതാ യേശുവിന്റെ രക്തം ഒഴുകപ്പെടുന്ന സമയം. നിന്റെ കണ്ണുനീരിലേക്ക്, നിന്റെ ഒറ്റപ്പെട്ട അവഗണനയുടെ ജീവിതത്തിന്റെ തകർക്കപ്പെട്ട അവസ്ഥയിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തം എന്നെ വെളിപ്പെടുത്തട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര കഴുകണമേ, കഴുകേണമെന്നെയും എന്റെ പൊന്നു കർത്താവേ, പൊന്നു കർത്താവേ. ചേർന്ന് പ്രാർത്ഥിച്ചെന്ന് പാടിക്കേ. തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ എന്റെ പൊന്നു കർത്താവേ. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ, നമ്മളേറ്റ മുറിവുകൾ, അതേത് വലിയ ഭീകര മുറിവുകളുമായിക്കൊള്ളട്ടെ, ആ മുറിവുകളെ ഈശോ സൗഖ്യപ്പെടുന്നു വിശ്വസിക്കുക. ഈ മുറിവുകൾ മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, മറിച്ച് ഈ മുറിവുകൾ സൗഖ്യപ്പെടാനുള്ളതല്ലേ.
കർത്താവേ, എൻ്റെ വായിൽ നിന്നും എൻ്റെ സംസാര രീതികളിൽ നിന്നും എൻ്റെ പ്രവർത്തികളിൽ നിന്നും ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ഏറ്റ മുറിവുകൾ എനിക്കൊരു സൗഖ്യമായിട്ട് മാറാൻ യേശുവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ ഇടപെടണമേ. തിരുവിലാവിൽ തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, എന്റെ പൊന്നു കർത്താവേ. ചേർന്ന് പ്രാർത്ഥിച്ചെല്ലാവരും തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, എന്റെ പൊന്നു കർത്താവേ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചിന്തിക്കുക, നിന്റെ ഉള്ളിൽ നീ ഏറ്റ മുറിവുകൾ അതെവിടെ നിന്നാണ്? ഒരുപക്ഷെ നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട കാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് ചില മുറിവുകൾ നിനക്ക് വന്നിട്ടുണ്ടാവും. കുടുംബത്തിലെ ദാരിദ്ര്യവും വേദനയും കഷ്ടപ്പാടും നിന്റെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നീ വളർന്ന ഓരോ പശ്ചാത്തലങ്ങൾ, നിന്റെ വീട്ടിലെ ജനനം, ഒരുപക്ഷെ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ പെൺകുഞ്ഞ് ജനിച്ചതും പെൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ ആൺകുഞ്ഞ് ജനിച്ചതുമൊക്കെ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയ്ക്കിടവരുത്തിയിട്ടുണ്ടാവും. നിന്റെ ഉള്ളിലേക്കൊരു മുറിവായി മാറിയിട്ടുണ്ടാവും. നിന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നിനക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ ഒറ്റപ്പെട്ട് അനുഭവിച്ച് വളർന്നൊരു കാലഘട്ടമുണ്ടാവും. കഴിവില്ലാത്തവനെന്നും ഗുണമില്ലാത്തവനെന്നും പറഞ്ഞ് നിന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാവും. ആരെങ്കിലും നിന്നെ അപമര്യാദയായിട്ട് പെരുമാറി നിന്നെ നശിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഓർക്കുന്തോറും വിഷമം വരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ വേണ്ടത്ര തരത്തിൽ അംഗീകാരം കിട്ടാതെ ഒറ്റയ്ക്കിരുന്ന് വളർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു അനുഭവത്തിലായിട്ടുണ്ടാവും. ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്ന് കരുതി ജീവിതത്തിൽ വിഷമിച്ച ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. വളർച്ചയുടെ പടവുകളിൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ വേണ്ടത്ര രീതിയിൽ പഠിക്കാനൊന്നും പറ്റാത്ത വണ്ണം ഒരുപക്ഷെ ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ജീവിതത്തിൽ താളം തെറ്റിയവരുണ്ടാകും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ദുശീലങ്ങൾ, ചില ജീവിതത്തിലെ ശൈലികൾ നിനക്ക് ആ ചെറുപ്പകാലത്തിൽ വന്നത് ഇന്നും നിന്നെ പീഡിപ്പിക്കുന്നുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെറുപ്പകാലം മുതലുള്ള ചില ദുശീലങ്ങൾ അതെത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ ചിലരെ പീഡിപ്പിക്കുന്നുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിവാഹം ചെയ്തവര്, ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിത പങ്കാളി, ഒരു ജീവിത ശൈലി ഈ വ്യക്തിയോട് ചേർന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നെന്ന് കരുതുന്നവരുണ്ടാകും. നിനക്ക് നിന്റെ ജീവിത പങ്കാളിയിലൂടെ കിട്ടിയിട്ടുള്ള മുറിവുകൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ സ്വസ്ഥതയും സന്തോഷവും നശിപ്പിക്കുന്ന ഓരോ അനുഭവങ്ങളും, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും യേശുവേ, യേശുവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമെന്നെയും പൊന്നുകർത്താവേ. യേശുവേ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ. എന്റെ പൊന്നു കർത്താവേ, നിന്റെ മുറിവുകൾ മനസ്സിലാക്കുന്ന ഈശോ, നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഒരു ഉത്തരം നൽകുന്ന കർത്താവ് നിന്നിലൂടെ ചില കാര്യങ്ങൾ ഈ ദേശത്ത് പ്രവർത്തിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും ഇടപെടട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഈ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നിന്റെ മേൽ കുരിശ് നൽകുന്ന ഒരു സംരക്ഷണ ആശീർവാദമാണ്. സ്വീകരിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന.